സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിഗ്രഹപ്പെട്ട സ്തോത്രം. ഒരു നല്ല പകലിനെ ഇന്ന് ദൈവം നമുക്കായി തന്ന ആ വലിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി ദുഃഖിക്കുവാൻ, പ്രയാസപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിനെ വചനം വിളിച്ചു പറയുന്നത് പോലെ കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുന്നവനെയല്ല ദൈവത്തിന് വേണ്ടത്. കലപ്പയ്ക്ക് കൈ കൊടുത്ത് മുന്നിലോട്ട് പോകുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. അതിന്റെ ഒരു വലിയൊരു അർത്ഥം, കലപ്പയ്ക്ക് കൈ കൊടുത്താൽ മുന്നിലോട്ട് വായിച്ച പ്രയാസം. കാര്യം എന്തോ, ഉഴുതും മറിഞ്ഞ് മുന്നിലോട്ട് പോകണം. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതിനെ ഉഴുതും മറിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഫ്രണ്ടിലോട്ട് പോകണം. സ്തോത്രം. ബാക്കിലോട്ട് പോയിട്ട് പോകും, കലപ്പയായിട്ട് ബാക്കിലോട്ട് പോയിട്ട് പോകും. പക്ഷെ കലപ്പയായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അവിടെ പുതിയത് സ്ഥാപിക്കപ്പെടുമോ, പുതിയൊരു വിത്ത് അവിടെ മുളപ്പിക്കാൻ പോവുക. അതിനെന്ത് ചെയ്യണം, സ്തോത്രം, അതിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന നിലത്തെ ഉഴുതും മറിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോലെ. അപ്പൊ കർത്താവായ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിയ, ദൈവശബ്ദം കേട്ട് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ദൈവപൈതലിന്റെ ഒറ്റ ലക്ഷ്യം അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ചില തരത്തിലാണ്. പക്ഷെ അവൻ ഉഴുത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതിനകത്ത് ദൈവം പുത്തൻ ചിലത് വിതയ്ക്കപ്പെടും. ആ വിതയ്ക്കപ്പെടുമ്പോൾ ഈ ഉഴുത വേദനയിലെന്തി മാറും. അവിടെ വിത്ത് മുളയ്ക്കും, അതിനകത്ത് നന്മ വരും, അനുഗ്രഹം പ്രാപിക്കും. അതുപോലെ ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഈ ഭവനത്തിൽ ദൈവം നമുക്ക് ആരാധനയ്ക്കായി തന്ന ഭവനം ഈ ആഴ്ചയിൽ ഇവിടുത്തെ ആരാധന സ്റ്റോപ്പ് ആവുക. അടുത്ത നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ദൈവം നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ആരാധിക്കാൻ തുറന്നു വരും, ദൈവം നമ്മളെ ആരാധിക്കും. സ്തോത്രം. ഞാൻ 2 വാക്ക് പറയണം. കാര്യം ഈ വീട് സ്തോത്രം അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഭവനം എനിക്ക് തുറന്നു വരുമ്പോൾ സ്തോത്രം എനിക്ക് ഏറ്റവും അതിനകത്ത് സ്തോത്രം ആലലിയ സ്തോത്രം അത്ഭുതമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് സഭാഹോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതാണ്. ഈ സഭാഹോൾ എന്ന് പറഞ്ഞാൽ വിലയുള്ളത്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിനകത്ത് ആരാധന നടത്തണം എന്ന ആഗ്രഹം ഉണ്ടായപ്പോലും ഈ ആരാധന നടത്താൻ ചില തടസ്സം എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന ഒരു വീടിനകത്ത് ആരാധനയ്ക്കകത്ത് എനിക്ക് താല്പര്യമില്ല. എന്റെ ആരാധന ആലയം എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ വില കാണേണ്ട കാര്യം അവിടെ ആരിറങ്ങുന്നതാണ്, കർത്താവ് ഇറങ്ങി വരുന്നതാണ്. കർത്താവ് ഇറങ്ങി വരുന്ന മാത്രമല്ല, ദൈവമക്കൾ ഒരേ മനസ്സോട് ദൈവത്തെ ആരാധിക്കും. ആലയത്തിനകത്ത് എന്ത് ചെയ്യണം, ഉണ്ടാവും. അത് ചെറുതായാലും വലുതായാലും ആലയത്തിന് പ്രാർത്ഥന ഉണ്ടാവും. ഈ ഭവനം എനിക്ക് പ്രിയ അച്ഛൻ തന്നപ്പോഴ് സ്തോത്രം ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫോട്ടോകളുണ്ടായിരുന്നു, ഒരുപാട് സ്തോത്രന്മാരെ ഫർണിച്ചറുകളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ മാറ്റിയതല്ല, അച്ഛൻ തന്നെ പോകുന്നതിന്റെ തലയിൽ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മാറ്റി. ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ടായിരുന്നു, അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു. അവരെല്ലാം ചോദിച്ചത് എന്തിനാ ഇതെല്ലാം എടുത്ത് മാറ്റിയത്, എന്തിനാ ഇതിങ്ങനെ കൂട്ടിയിട്ട് പോയാൽ പോലെ. അപ്പൊ അച്ഛൻ ഒന്നുമില്ല, എല്ലാം മാറ്റും. ഇവിടെ വരുന്ന ഫോട്ടോകളെല്ലാം മാറ്റി ഹോളാട്ടാണ് ആര് തന്നത്, കർത്താവ് തന്നത്. സ്തോത്രം. ഞാൻ രാവിലെ വരുമ്പോഴ് സ്തോത്രം പ്രിയ ഷേർലിമാമ, ഞാൻ എത്ര ദൈവത്തെ സ്തുതിച്ചാലും തീരത്തില്ല. കാര്യം ഞാൻ ഇവിടെ രാവിലെ വരുക, ഷേർലിമാമ പാവമുള്ള സമയമായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുക. എന്തോ ആയി ഒരുക്കം എല്ലാം കഴിഞ്ഞ് വരും. പാവമുള്ള എനിക്ക് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില സ്തോത്രം മിനിറ്റുകൾ കഴിയുമ്പോൾ അവർ പോവാ, എയർപോർട്ടിലേക്ക് പോവാ, വണ്ടി വരും. ഞാനിവിടെ വരുമ്പോഴെത്തുക ഇത്രയും തിരക്കിന്റെ മധ്യേ ഷേർലിമാമ ഇവിടെ മൊത്തം തുടച്ചുകൊണ്ട് ഈ തറ എല്ലാം എന്നാ പറയാ, പാസ്റ്റർ ഇതെല്ലാം ക്ലീൻ ചെയ്തോണ്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ ഇതെല്ലാം മാറ്റിക്കോ. ഞാൻ മാറ്റത്തില്ല, എനിക്കിവിടെ ആരാധിക്കണമെന്ന് മാറ്റിയേ പറ്റൂ. എല്ലാം ഫർണിച്ചർ ഞാൻ മാറ്റും, ഫർണിച്ചറെല്ലാം തലേനെ ഒതുക്കും. ഇവിടെ രാവിലെ എന്ത് ചെയ്യുക, ഇവിടെ ക്ലീൻ ചെയ്യുക. ഞാനപ്പോൾ ഓർക്കാം അവൻ പോവാൻ ഒന്നും അല്ല വിഷയം. അതും ഏറ്റവും ചൂടുള്ള സമയത്ത് വേർത്തൊലിച്ച് വിടുന്നുണ്ട് ക്ലീൻ ചെയ്യുക. ദൈവം നിശ്ചയമായ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന നടക്കുന്ന തലമുറയ്ക്കും അവരുടെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഇനി നിശ്ചയമായി അവരെന്ത് ചെയ്യും, അനുഗ്രഹിക്കും. കാര്യം അവർ ദൈവത്തിന് എന്ത് ചെയ്യുന്നു, വില കൊടുത്തത്. ഞാൻ എന്ന് അവർ വരുന്ന മുമ്പ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആത്മസന്തോഷമാണ് ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴും. കാര്യം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിട്ടു തന്നൊരു ഭവനം. ഈ ഭവനത്തെ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം, ആ മനസ്സിന് നമുക്ക് അതിനോട് ഇരട്ടി മനസ്സാണ്, ചെയ്യാൻ ഇരട്ടി മനസ്സാണ്. സ്തോത്രം. സുഹൃത്തുക്കളെ എൻ്റെ അടുത്ത് വെച്ചു, വീട്ടിലൊന്നും ചെയ്യത്തില്ലെങ്കിൽ ഇവിടെ എല്ലാം ചെയ്യുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു നിശ്ചയമായി ചെയ്യും. സ്തോത്രം.
വീട്ടിലൊരു ടാപ്പോ ഓഫാക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആള് ഇവിടെ വന്നിരുന്ന് പല കാര്യങ്ങളും ചെയ്യും. നമ്മളും ചെയ്യും. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ തന്നെ ഭവനമാണ്. ആ ഭവനത്തെ ക്ലീനാക്കി വൃത്തിയാക്കി ആ മനസ്സിന് ഇരട്ടി പ്രതിഫലമുണ്ട്. തന്നവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു കൊടുക്കണം. സ്തോത്രം. തിരിച്ചു കൊടുക്കണം. അത് ജോലിക്കാരെ നിർത്തിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തു കൊടുക്കണം. സ്തോത്രം. നമ്മൾ ചെയ്തു കൊടുക്കണം. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. കുറ്റോഞ്ചാരും ആ ഷേലമാമയും അവരുടെ രണ്ടുപേരെ മനസ്സ് ദൈവം ഇരട്ടിയായിട്ട് അവരെ അനുഗ്രഹിക്കും. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇനി അവരുടെ മേൽ ഒരുപാട് വാഗ്ദത്തമുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥന ഒരു വർഷത്തിന് മേൽ നടന്ന ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിശ്ചയമായി അവരുടെ കുടുംബത്തിനകത്ത് എന്ത് ചെയ്യും? അനുഗ്രഹതയുണ്ട്. അനുഗ്രഹതയുണ്ട്. എന്നിട്ട് എന്നെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, ദിവസങ്ങൾ നീട്ടണോ? സ്തോത്രം. നമ്മൾ ഒരിക്കലും വേണ്ട. എന്റെ സമയമായി, അടുത്തരത്തിലേക്ക് പോകാനുള്ള സമയമായി. സ്തോത്രം. അടുത്തടുത്തേക്ക് പോകാൻ സമയം. അബ്രഹാം പിതാവ് പറയുന്ന പോലെ കൂടാരം അടിച്ചടിച്ചു പോയാൽ മതി. സ്തോത്രം. നിശ്ചയമായ കൂടാരം കിട്ടുന്നുണ്ടല്ലോ, അടിക്കാൻ കിട്ടുന്നുണ്ട്, അത് മതി. ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ടല്ലോ, അത് മതി. സ്തോത്രം. സ്ഥിരപ്പെടുത്തേണ്ട ആലയം ആര് തന്നോളൂ? ദൈവം തന്നോളൂ. ദൈവം ഒരിക്കലും ചെയ്യത്തില്ല, നമ്മളെ കൈവിടത്തില്ല. നമുക്കൊരു താക്കോല് വെച്ചിട്ടുണ്ട്. എല്ലാം പൂർത്തീകരിച്ച എല്ലാം അഭികാല സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അവിടെ ആരാധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വണ്ടി കൊണ്ടിടാനുള്ള തടസ്സം, കയറി വരാനുള്ള തടസ്സം, സ്റ്റെപ്പ് കയറാനുള്ള തടസ്സം, ഇതെല്ലാം ആര് കണ്ടു? കർത്താവ് കണ്ടു. ഇല്ലേ? കർത്താവ് കണ്ടു. ഓരോ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വന്നിട്ട് സ്തോത്രം വരലിയ ചിലവര് സ്തോത്രം വാവും സ്തോത്രം ഇടുന്നതാണ്. അവിടെ വന്ന് ദീർഘശാസ്ത്രമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതെല്ലാം ആര് കണ്ട്? എനിക്ക് അത്ര സ്റ്റെപ്പ് കയറുന്ന പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സ്റ്റെപ്പ് കെട്ടിയിട്ട് ഓരോരുത്തരും പിടിച്ചെല്ലാം വേടി വന്നിട്ട് എന്ത് ചെയ്യും? ദീർഘശാസ്ത്രമെല്ലാം വിട്ടിട്ട് കയറും. സ്തോത്രം. അത് മാറ്റിയിട്ട് തരും. ഇപ്പം വീണ്ടും മുറ്റത്ത് കാറിട്ടിട്ട് കയറി വരാമല്ലോ. അപ്പൊ അധികം അനുഗ്രഹം ആര് തരും? കർത്താവ് തരും. നമ്മൾ വിശ്വസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ആര് തരും? കർത്താവ് തരും. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മളെ നോക്കി പലരും പറയും, നമ്മളെ സഭയെ നോക്കി പറയും, നമ്മളെ നോക്കി പറയും, എന്നെ നോക്കി പറയും, മണ്ടന പൊട്ടന. മണ്ടന പൊട്ടനവായ മതി. ആരനുഗ്രഹിച്ചു? കർത്താവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങളുടെ സഭ എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ സഭ അതുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞങ്ങളുടെ സഭ ഒരു പൊട്ടനാണ്, ഒരു മണ്ണം കൊണ്ടുപോകുന്ന സഭയാണ്, ഒരു പൊട്ടം കൊണ്ടുപോകുന്ന സഭയാണ്. പക്ഷെ ഇതിന്റെ വേറൊരാൾ ഇരിപ്പുണ്ട്. അതേ ചിന്തിക്കും എന്തൊക്കെ തരണോ ആ സമയത്ത് ആര് തരും? ദൈവത്തിൽ. നമ്മൾ പൊട്ടനാവണം. നമുക്ക് കഴിവുണ്ടെന്ന് പറയരുത്. കഴിവുള്ള പലർക്കും ഇന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക, താഴോട്ട് വീണുകൊണ്ടിരിക്കുക. കഴിവുണ്ടെന്ന് പറഞ്ഞ പലരും ഇന്ന് താഴോട്ട് വീഴിക്കുക. കഴിവൊന്നും നമുക്കില്ല. നമ്മളാരാ? പൊട്ടന. ഏത് കാര്യത്തിനകത്തും ആര് പരിഹരിച്ചാലും നമ്മൾ പൊട്ടന. നിശ്ചയമായി ആര് തരും? മറുപടി തരും. മറുപടി തരും. ആര് മറുപടി തരും? കർത്താവ്. സ്തോത്രം. നേരെ ഒരു സ്തോത്രം മരത്തിന്റെ ഇല വീഴുന്ന കാര്യം പറഞ്ഞു. എനിക്ക് അതിനകത്ത് ചിരി വന്ന് സ്തോത്രം. നിങ്ങളെ പാസ്റ്ററോട് പാർത്തിരും മരം താഴുകയാണ്. മരം താഴൊന്നും വരത്തില്ല, നീ താഴ്ന്നു. സ്തോത്രം. ആര് താഴ്ത്തു പോകും? സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ പാർത്തിരും. ഓരോ കണ്ണുനീരും ആര് മറുപടിയുണ്ട്? കർത്താവ് മറുപടി. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ കുഞ്ഞുകളിയൊന്നുമില്ല. നമ്മൾ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. ഒരു കൊല്ലത്തിന് മുമ്പേ സ്തോത്രം ഒരു കൊല്ലത്തോളം ആവുന്നു. ഒരു കൊല്ലമായി. സ്തോത്രം. സ്തോത്രം. ആ ഭവനത്തിൽ നിന്ന് ഞാൻ കരഞ്ഞു പോയി. ഇതുവരെ ആ ഭവനത്തിന്റെ കൂട്ട് തുറന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആര് നോക്കി? കർത്താവ് നോക്കി. ഇനി തുറക്കാത്തൊന്നും എന്റെ വിഷയമല്ല. ഞാൻ എവിടുന്ന് പോയി. പക്ഷെ ആര് മാനിച്ചു? ഓരോ കണ്ണുനീരും ആര് കണ്ടു? കർത്താവ് കണ്ടു. കർത്താവ് കണ്ടു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവജനത്തെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവജനത്തെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അതിന് എന്ത് ചെയ്യണം? വില കൊടുത്തേ പറ്റും. അതുപോലെ ദൈവ സന്നിധിക്ക് നമ്മൾ വില കൊടുത്ത് നിശ്ചയമായും ആരനുഗ്രഹിക്കും? ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ നമ്മളെ കുടുംബത്തിനെ, നമ്മളെ തലമുറയൊന്നും ആരും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിശ്ചയമായി നമ്മളെ തലമുറയിൽ നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഈ ഭവനം ഒരുക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ മേലോളം ഇവിടെ ആരാധിക്കാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാം വരാനും പോകാനും എല്ലാ സൗകര്യം ദൈവം നൽകി. ഇനിയും അനുഗ്രഹപ്പെട്ട ആലയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരം അവിടെ തൊടട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. സ്തോത്രം. ഒരു വ്യക്തിക്ക് സ്തോത്രം. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു ഡോക്ടർ സ്തോത്രം അദ്ദേഹത്തിന്റെ ഒരു ഫ്ലോട്ട് ഇവിടെ കൊടുക്കാൻ സ്തോത്രം. ഒരു ഫ്ലോട്ട് കൊടുക്കാൻ 20 സെന്റ് വസ്തു
നല്ല അടുക്കി കണ്ണായി വെച്ചിരുന്ന വസ്തുവോ അടിപൊളിയാക്കിട്ടേക്കുന്ന വസ്തു. പുള്ളിക്കാരൻ വേറൊരാളോട് പറഞ്ഞു, പാസ്റ്ററിനോട് ജോലി സ്തോത്രം അത് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അവർക്ക് സഭ വേണ്ടേ, സ്തോത്രം സഭ വേണ്ടേ. അപ്പോഴ് വേറെ ആളോട് പറഞ്ഞു, അത് ഭയങ്കര വിലയാണ്, വസ്തു പറയുന്ന വില ഭയങ്കര വിലയാണ്. സ്തോത്രം. അദ്ദേഹം എന്നോട് പറയുക, സ്തോത്രം, അദ്ദേഹം മറ്റേ ആളിനോട് പറഞ്ഞു വിടുക, ഞാൻ ആ പാസ്റ്റർ ആയതുകൊണ്ട് ദൈവവേലക്കാണെങ്കിൽ ഞാൻ ഇത്രയും രൂപയ്ക്ക് കൊടുക്കും. ഞാൻ എങ്ങോട്ട് പറയുന്നില്ല, ഇത്രയും രൂപയ്ക്ക് സെന്റിന് കൊടുക്കാം. അപ്പൊ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് ഇത് കേട്ടിട്ട് പറഞ്ഞു, ഒരു വസ്തു അത് നല്ല വില കിട്ടുന്നില്ലയോ. അപ്പോഴും അദ്ദേഹം പറയാം, ഇല്ല, എനിക്ക് ആ വില മതി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ, ആ ദേവദാസനാണെങ്കിൽ ഒന്ന് പറഞ്ഞേര്. അപ്പൊ ഇങ്ങനെ പലയിടത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, സ്തോത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ഞാൻ ബാങ്കിൽ അടുക്കി വെച്ചേക്ക് വന്നവർക്ക് ഇങ്ങോട്ട് പോയി ചെന്നാൽ അങ്ങനെ എഴുതിക്കുമ്പോൾ ചിന്തയില്ല. എന്നിട്ട് പറയുന്നത് കാലയളവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരിടത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരിടത്ത് ഇരിപ്പുണ്ട്. അത് എന്നാ അത് റിലീസ് ചെയ്തതെന്ന് അറിയത്തില്ല. സ്തോത്രം. എനിക്കതുകൊണ്ട് അതിനകത്ത് വിഷമമൊന്നുമില്ല. റിലീസ് ചെയ്ത ഒരു ദിവസമുണ്ട്. താക്കോല് കിട്ടിയിട്ടുണ്ട്, താക്കോല് കിട്ടിയിട്ടുണ്ട്. ഇനി തുറന്നാൽ മതി. തുറക്കുന്ന ആരുടെ ഉള്ളൂ, ചില എണ്ണ ഇട്ടെല്ലാം തുറക്കണമെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് കയറി തുറന്നാൽ മതി. അതുകൊണ്ട് വേറെ ഒന്നും വേണപ്പണ്ട. നമ്മളെ സാധനം ഇരിപ്പുണ്ട്, നമുക്ക് ഇരിപ്പുണ്ട്. നമ്മളെ സാധനം അക്കൗണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇനി മേടിക്കാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഇദ്ദേഹം വന്ന് പറയുന്നത് പാസ്റ്റർ ആയിട്ട് ഉത്തരത്തിന് കുറച്ച് തരാന്ന്. വേറെ ആള് പറയും ഇത് പാസ്റ്റർ ആയിട്ട് തരുമെന്ന്. സ്തോത്രം, സ്തോത്രം. ഇത് ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞു പാസ്റ്റർ ആയതുകൊണ്ട് ദൈവവേലക്കായോണ്ട് ഞാൻ ഇത്രയും കുറച്ച് തരാന്ന് പറഞ്ഞു. ഇനി വേറെ ആള് വന്ന് പറയും ഇത് പാസ്റ്റർ തരുവാണ്. ഇല്ലയോ? നമ്മൾ പൊട്ടന, നമ്മൾ വിശ്വസിക്കുന്നു ദൈവത്തിന് തരാൻ ഒരു നിമിഷം താക്കോല് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങോട്ട് കയറി ഇരുന്ന് ആരാധിച്ചാൽ മതി. എല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഇല്ലയോ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ പോലെ സ്തോത്രം, ചായക്കട വേണമെങ്കിൽ പാർച്ച് ചെയ്യണം, ചായക്കട ഫ്രണ്ടിൽ വരും. സ്തോത്രം. അതെല്ലാം നിങ്ങൾ പാർച്ച് ചെയ്യണം. സ്തോത്രം. പക്ഷേ സ്കൂള് വരും, അത് നിശ്ചയമായി ആര് തരും? ദൈവം അനുഭവിച്ചു, ദൈവം നമുക്കായി ഒരുക്കും. സ്തോത്രം. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ചർച്ച വരുമ്പോൾ സ്തോത്രം, ചർച്ചിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു റൂമിനകത്ത് ഒരു ബൈബിൾ കട ഇടണമെന്ന് ഒരു ആഗ്രഹം. അത് എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. നമ്മളെ ദൈവമക്കളെ തന്നെ അതിനകത്ത് സ്തോത്രം മുൻനിർത്തിക്കൊണ്ട് അത് ചെയ്യിക്കണം ആഗ്രഹമുണ്ട്. സ്തോത്രം. കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് ഒന്നിനും ഒരു ഒന്നിയില്ലേ പ്രയാസമുണ്ടാകും. ബൈബിൾ കടയെല്ലാം ഇട്ട് ഈ ബൈബിൾ കട ഇട്ടിട്ട് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ കർത്താവ് സ്തോത്രം ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ ദേവാലയത്തിന്റെ ഫ്രണ്ടില് യാഗം അർപ്പിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ഇത് കച്ചവടം. കർത്താവ് എന്ത് ചെയ്തു? ഇത് മൊത്തം എന്ത് ചെയ്തു? കർത്താവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ഒരു ദിവസമാണ്. ഏറ്റവും ദേഷ്യം വന്ന യേശുവിന് ദേഷ്യം വന്നൊരു ദിവസം, ദേഷ്യം കണ്ട ദിവസമാണ്. കാര്യം എന്തുവാ? ഇത് മൊത്തം തട്ടിയിട്ട് ദൂരം. എന്നിട്ട് പറഞ്ഞു എന്റെ പിതാവിന്റെ ആലയം വാണിഭശാലയാക്കും. ഇന്ന് ഈ ബൈബിളിന് ലോകത്തില്ലാത്ത വില മേടിക്കുന്നു. എത്ര കോടി കൊടുത്താലും കിട്ടാത്തതാണ് ബൈബിൾ. എങ്കിൽ പോലും ഇത് സാധാരണപ്പെട്ടവരുടെ കരങ്ങളിൽ വരാൻ അതിനൊരു തുച്ഛമായ ലാഭം എടുക്കാം. പക്ഷെ ലോകത്തിൽ ഇല്ലാത്ത വിലയെ ഇപ്പൊ ഓരോരുത്തന്മാർ മേടിച്ചുണ്ടാക്കുന്നത്. ഇതൊന്നും അവരുടെ തലമുറ അനുഭവിക്കത്തില്ല. സ്വന്തം കാര്യം എന്തുവാ? ഇത് ചില വിലയുള്ള സാധനമാണ്. ഇത് സ്വന്തം ഒരു സുവിശേഷത്തിന് തുല്യമാണ്. ഇത് ബിസിനസ് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ ഒരു സുവിശേഷം തുല്യമാണ്. അവർ തന്നെ ബൈബിൾ അറിയിക്കുന്നത് സുവിശേഷത്തിന് തുല്യമാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ കാണുന്ന ഒരു കാര്യമാണ്. ഇത് സുവിശേഷമായിട്ടാണ് കാണുന്നത്, ലാഭമല്ല. സ്തോത്രം. പലരും ഇത് ലാഭമാക്കി ഇന്ന് വിറ്റോണ്ടിരിക്കും. സ്തോത്രം. അത് അപ്പോഴേ ഞാൻ ഓർത്തെ ദൈവമേ നമുക്കൊരു ചർച്ച വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഷോപ്പ് പോലെ വരണം. ആർക്കും ബൈബിൾ ഏറ്റവും വില കുറച്ച് സ്തോത്രം കൊടുക്കാൻ പറ്റണം. അത് നമ്മുടെ സഭയിലുള്ള ആരെങ്കിലും അത് ഏൽപ്പിച്ച് നോക്കണം. അവര് നോക്കിക്കൊണ്ട് അവരുടെ നമുക്ക് കൊടുത്തേക്കാം. സഭയുടെ ഇതാക്കി കൊടുക്കണം. സ്തോത്രം. സൂക്ഷിക്കാൻ അറിയിക്കുന്ന തുല്യമാണ്. സ്തോത്രം. ഇന്നെല്ലാം ഒരു ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ നാമത്തെ ബിസിനസ് ആണ്. ഇതിനെല്ലാം കർത്താവ് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇതിനെ പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യത്തിനകത്ത് പറഞ്ഞു, ചിലവർ വന്ന് പറയാറുണ്ട് കർത്താവ് യേശു സ്തോത്രം വന്ന് ചോദിക്കാറുണ്ട്, യേശുപ്പൻ പാപം ചെയ്താൽ അടിക്കത്തില്ല. ചിലവർ വന്ന് പറയും, എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പാപം ചെയ്താൽ അടിക്കത്തില്ല. അവരെന്തൊക്കെ പാപം ചെയ്യുന്നു? അവരെ ദൈവവചനമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പാപം ചെയ്യുന്നു അവരെ എന്ത് ചെയ്യുന്നില്ല? ദൈവം അടിക്കുന്നില്ലല്ലോ. അവർക്കൊന്നിനും കുറവില്ലല്ലോ. എല്ലാ നന്മകളും അവർക്കുണ്ടല്ലോ. അപ്പൊ ദൈവവചനം തന്നെ അത് പറയുന്നുണ്ട്. അന്ത്യനാളിൽ കർത്താവ് വരുമ്പോൾ
കർത്താവ് ചോദിക്കും. കർത്താവ് കഥവ് അങ്ങ് അടയ്ക്കും. അടയ്ക്കുമ്പോഴത്തേക്കും കർത്താവിന് വേണ്ട ദൈവജനത്തെ അകത്ത് കെട്ടിട്ട് കഥവ് അടയ്ക്കുമ്പോൾ ഇതിന്റെ പുറകെ ഇരുന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക. കർത്താവ് തുറന്നു ഞാനാ തുറന്നു തരുക. കർത്താവ് ആരാ? അത് ഞാനാ. അങ്ങയുടെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയവനാ, അങ്ങയുടെ നാമത്തിൽ രോഗിയെ സൗഖ്യമാക്കിയവനാ, അങ്ങയുടെ നാമത്തിൽ അവൻ മരിച്ചവനെ ഉയർപ്പിച്ചവനാ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പല അത്ഭുതം ചെയ്തത്. പക്ഷെ നിന്നെ ഞാൻ അറിയുന്നില്ല. ഈ അത്ഭുതം നടന്നല്ല ഞാൻ അറിയുന്നുണ്ട്. അവരെല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഇതിന് മുഖാന്തരമാകുവാൻ, ഇതിന് കർത്താവിന്റെ നാമത്തിൽ മുഖാന്തരമായി നിന്നെ സ്തോത്രം. അപ്പോഴെനിക്കത് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഭവനത്തിൽ പ്രാർത്ഥിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്തുവാ? വിടുതൽ കിട്ടി, അനേകം ദിവസത്തിൽ വന്നു. പക്ഷെ വിടുതൽ കൊടുക്കാൻ മുഖാന്തരമായ ശുശ്രൂഷകർ, മുഖാന്തരമായ സഭകൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധി. കാര്യം എന്തുവാ? ഇവർക്ക് യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൊടുക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ഇവർക്ക് യേശുവിന്റെ നാമത്തിൽ ജീവിക്കാൻ അറിയത്തില്ല. വചനപ്രകാരം ജീവിക്കാൻ അറിയത്തില്ല. കൽപ്പന അനുസരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്ത്, അതുകൊണ്ട് ദൈവം അവരെ അടിക്കാത്തത്. അവർക്കൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് വരെ ആരും വിട്ടേക്കുവാ, കർത്താവ് വിട്ടേക്കുവാ. പക്ഷേ അവര് കർത്താവിന്റെ സന്നിധി ഉണ്ടെന്ന് അവർ മറ്റുള്ളവരോട് പറയുന്നെങ്കിലും ആ സഭയും ആ വ്യക്തികളും ആരെടുത്തില്ല? കർത്താവിനെ എടുത്തില്ല. കർത്താവിന് അവരെ വേണം. കർത്താവിന് സമയമാകുമ്പോൾ അവരെ കളയും. കർത്താവ് അവര് നേടിക്കൊണ്ടുവരുന്നവരെല്ലാം എങ്ങോട്ട് അടുപ്പിക്കും? കർത്താവിലേക്ക് അടുപ്പിക്കും. ബാക്കി നേടിക്കൊണ്ടുവരാൻ മുഖാന്തരമായവരെല്ലാം ആര് തള്ളിക്കളയും? കർത്താവ് തള്ളിക്കളയും. കാര്യം എന്തുവാ? വചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ. ഇന്ന് പറഞ്ഞു, ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ ചില കുറ്റബോധം ഉണ്ടാവും, ചിലത് നമുക്ക് മാറ്റം ഉണ്ടാവും. ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത് ബൈബിൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബൈബിൾ സ്തോത്രം ഒരു വ്യക്തിയുടെ ചിന്തകളിൽ വന്ന് എഴുതിയതല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാ. ദൈവജനത്തിനെ യഥാർത്ഥ വഴി നടത്തേണ്ടത് ദൈവം തന്നിരിക്കുന്ന പുസ്തകമാണ് ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം. അപ്പൊ ആ വചനം ഓരോന്ന് വായിക്കുമ്പോഴും എന്ത് സെലക്ട് ചെയ്യണം, ഏത് ഭാഗത്തും, ഏത് കഷ്ടത്തിന്റെ ഭാഗത്തും, പ്രതികൂലത്തിന്റെ പ്രയാസത്തിനും നിന്ദിയിൽ ഒരു വാക്യം വായിച്ചാൽ മതി, നമ്മൾ ജയത്തോടെ പുറത്തു വരും. കാര്യം അത് ജയത്തോടെ പുറത്തു വരുന്നതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവവചനം വായിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവുകളെ മേലെന്ത് ജയം ഭയപ്പെടുത്തുന്ന പല പ്രയാസങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളെല്ലാം എനിക്ക് എന്റെ കുടുംബത്തിനകത്തെല്ലാം വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ട്. അതിനെല്ലാം ജയിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നുണ്ട്. സ്തോത്രം. അതേപോലെ വചനത്തിനകത്ത് ഏത് പ്രതികൂലത്തിനും മധ്യയിലും വചനം വായിച്ചു കഴിയുമ്പോൾ ഞാൻ ജലം പറയും. സ്തോത്രം. കാര്യം എന്തുവാ? എനിക്കുള്ള മറുപടി അവിടെ തരും. എനിക്കുള്ള മറുപടി തരും. അത് കഴിയുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തി തരുമ്പോഴായിരിക്കും നമ്മൾ ഇരട്ടി ശക്തിയോട് പ്രത്യാശയോട് പുറത്തു വരുന്നത്. കാര്യം പരിശുദ്ധാത്മാവിലാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവില. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സ്തോത്രം, പെന്തക്കോസ്തുകാര് പറയുന്നുണ്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവ്. സ്തോത്രം. മൂന്നല്ല. ചിലവർ അങ്ങനെ പഠിക്കുന്നുണ്ട്. ചിലവരുടെ ഉള്ളത്തിനകത്തെല്ലാം പഠിച്ചു വെച്ചിരുന്ന അങ്ങനെ എന്തോ മൂന്നല്ല, ഒന്നാണ്. കർത്താവിൽ നിന്ന് മനുഷ്യൻ വിട്ടുമാറിയപ്പോൾ മനുഷ്യനെ കർത്താവിലേക്ക് വീണ്ടും ചേർത്തുകൊള്ളണമെങ്കിൽ പാപമില്ലാത്തവൻ അതിനുവേണ്ടി യാഗം അർപ്പിക്കണം. അതിനുവേണ്ടി ദൈവം ചെയ്തു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ രീതിയിൽ മനുഷ്യന്റെ സ്വരൂപത്തിൽ ഒരുവനെ സൃഷ്ടിച്ചു. അതാണ് യേശു. അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, യഹോവയായ ദൈവം പറയുന്നത്, യേശുവിനെ അറിയാത്ത ആരും എന്നെ അറിയുന്നില്ല. യേശു പറയുന്നത്, എന്നെ അറിയാത്ത ആരും ആരെ അറിയുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. അപ്പൊ രണ്ടല്ല ഒന്നത്രേ. എന്നിട്ട് യേശു പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടല്ല ഒന്നത്രേ. ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആരാ? പിതാവിന്റെ. ഞാൻ പിതാവിന്റെ. പിതാവ് പറയുക അവൻ എന്റെതാ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കാൽവരി ക്രൂശിന്റെ അകത്ത് സ്തോത്രം, യേശു സ്വന്തം മകനെ പെടയുമ്പോഴും യേശു പറയുക ഒന്നും നോക്കിയില്ല. പിതാവ് നോക്കിയില്ല. പിതാവ് നോക്കാതെ മാറിയില്ല. കാര്യം എന്തുവാ? ഇവിടെ യാഗം അർപ്പിച്ചാലേ ആരെ നേടാൻ പറ്റൂ? നമ്മളെ നേടാൻ പറ്റും. നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ പറ്റും. അപ്പോഴ് പിതാവ് പുത്രൻ രണ്ടല്ല ഒന്നത്രേ. അതിനടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങൾക്കൊരു കാര്യസ്ഥനെ ഞാൻ തരും. ഞാനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു കാര്യസ്ഥനെ തരും. ആരാണ്? പരിശുദ്ധാത്മാവ്. ഇനി നിങ്ങൾ ജീവിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാനുമായിട്ട് ഇടപെടണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. അപ്പോഴും പരിശുദ്ധാത്മാവ്, പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്നല്ല ഒന്നത്രേ. ഒന്നിനകത്തുനിന്ന് നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഈ പുത്രനും വന്നത് പരിശുദ്ധാത്മാവ്. അപ്പൊ മൂന്നും ഒന്നത്രേ.
സ്തോത്രം. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കാവും. സ്തോത്രം. അങ്ങനെ തന്നെ വചനം പഠിപ്പിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് ഒരു ദിവസം പ്രസംഗിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. സ്തോത്രം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്ന്. സ്തോത്രം. നമുക്ക് ആരെയും വേർതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിന് വന്നു. അപ്പൊ ദൈവത്തിന് അത്രമാത്രം ആരെ ഇഷ്ടമാണ്? നമ്മളെ ഇഷ്ടമാണ്. നമ്മളെ നേടുവാൻ ദൈവത്തിന് വന്നതാണ്. ദൈവം നമ്മളെ അത്രമാത്രം ഇഷ്ടപ്പെടും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചൊരു വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഉൽപ്പത്തി, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആരംഭം എടുത്തിട്ടത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിനകത്ത് സ്തോത്രം 12-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ബാലന്റെ മേൽ കൈവെക്കരുത്. നമ്മൾ പഠിച്ചതാ അബ്രഹാം പിതാവ്. സ്തോത്രം. ഞാൻ ഓർക്കും, ഇത്രയും ഒരു വിശ്വാസമുള്ളൊരു ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല ബൈബിളിലാണ്. എടുത്ത് പറയാൻ പറ്റും. എന്തുവാ? അബ്രഹാം പിതാവ് വാർദ്ധക്യം കൊടുത്ത മകനോട് യാഗം അർപ്പിക്കുവാൻ പറയുമ്പോഴും മടുത്തു പറയുന്നില്ല. മകന്റെ കാട്ടി അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന്റെ കാട്ടി മകനെ കൊടുത്തതിന്റെ കാട്ടി വലിയ സന്തോഷമാണ് ആരുമായിട്ട് ചേർന്നിരിക്കുന്നത്? ക്രിസ്തുവുമായിട്ട് ചേർന്ന്, ദൈവമായിട്ട് ചേർന്നിരിക്കുന്നത്. ആർക്ക് സന്തോഷമാണ്? അബ്രഹാം പിതാവിന് സന്തോഷം. ഇന്ന് പ്രിയ മക്കളെ, ചിലർ പറയാറുണ്ട് നമ്മൾ കുടുംബമായിട്ടിരിക്കുമ്പോൾ സന്തോഷിക്കും. കുടുംബമായിട്ടിരിക്കുമ്പോൾ അല്ല നമ്മൾ സന്തോഷിക്കുന്ന പാർട്ടിക്കായിരിക്കുമ്പോഴാണ്, ദൈവമായിട്ടിരിക്കുമ്പോഴാണ്. ആ ദൈവമായിട്ടിരുന്ന് സന്തോഷിക്കുന്നതിന്റെ വകയാണ് നമുക്ക് കുടുംബമായിട്ടിരുന്ന് സന്തോഷിക്കാൻ പറ്റുന്നത്. അത് ചെയ്തതിന്റെ പ്രതിഫലമാണ് കുടുംബമായിട്ട് തിരിഞ്ഞ് സന്തോഷിക്കാൻ തരുന്നത്. കാര്യം നമ്മളെ മക്കൾ നമ്മളെ വീട്ടിലെ ഒലുകുതയാവുന്നതും, ഭാര്യ നമ്മളെ വീട്ടിലെ മുന്തിരിവള്ളി ആവുന്നതും, പറ്റിച്ചേർന്ന് ആവുന്നതും എല്ലാ കാര്യം എന്തുവാ? ആ സന്തോഷം അനുഭവിക്കാനുള്ള കാര്യം എന്തുവാ? ദൈവമായിട്ട് ഞാൻ ഇരുന്നത് കൊണ്ട്. അപ്പോഴ് ദൈവമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം, സന്തോഷം തരുമ്പോൾ അതിനെല്ലാം അതിനെ കൊടുക്കേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആരോടാണ് അടുത്തിരിക്കേണ്ടത്? ദൈവത്തോട് അടുത്തിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പറയാം, എന്റെ കുടുംബമായിട്ട് ഞാൻ യാത്ര പോകുന്നതൊന്നും അല്ല. ഇന്ന് പലരും ഭയങ്കര ടൂർ പോകാം, എല്ലാവരും ടൂർ പോകാം. സ്തോത്രം. കേരളത്തിനകത്ത് പോകുന്നതും വരുന്നവരെ ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഇന്നിപ്പോ കേരളത്തിനകത്ത് പോകുന്നതൊന്നും അല്ല വിഷയം. വലിയ വലിയ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഒരാഴ്ചത്തേക്ക് ഇന്ന രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കിയാ പോകും. ഈ ലക്ഷങ്ങൾ മുടക്കി നീ രാജ്യം കാണാൻ പോകുമ്പോൾ കേരളത്തിനകത്ത് നീ പൊക്കോ. കേരളത്തിനകത്ത് നീ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നീ കണ്ണുകൾ കേൾക്കുകയെല്ലാം ചെയ്തു. ഇത് ലക്ഷങ്ങൾ മുടക്കി, കോടി വരെ മുടക്കിയ ഓരോരുത്തർ ഒരാഴ്ചത്തേക്ക് പല രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നത്. ഒന്ന് രാജ്യം ഒന്ന് കാണാൻ വേണ്ടി. എത്ര പേര് നിന്നെ വേണ്ടി പട്ടിണി കിടക്കുന്നു, എത്ര പേർക്ക് വീടില്ലാതെ കിടക്കുന്നു, എത്ര പേർക്ക് ജോലി ഇല്ലാതെ കിടക്കുന്നു, എത്ര പേര് പഠിക്കാൻ, വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കാൻ കഴിയില്ലാതെ കിടക്കുന്നു. നീ ആരെങ്കിലും നോക്കുന്നുണ്ടോ? നീ നിന്റെ കുടുംബം മാത്രം സന്തോഷിക്കാൻ വേണ്ടി പോവാ, സാർത്ഥതയ്ക്ക് വേണ്ടി പോവാ, അല്ലയോ? സാർത്ഥതയ്ക്ക് വേണ്ടി പോവാ. എന്നാ നീ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് പോകും? ഇല്ല, എനിക്ക് രാജ്യം കാണണം, എനിക്ക് യാത്രയെ ഇഷ്ടം. എന്തോ യാത്ര ഇഷ്ടം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ടീം യാത്ര പോയി, വിയറ്റ്നാം പോയി, ബോട്ട് താർന്ന് മരിച്ചു. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തു കാര്യം? ആർക്ക് പോയി? സ്തോത്രം. അദ്ദേഹം താമസിക്കുന്ന ദേശത്ത് എത്രയോ പേരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. ഞാൻ പോകണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്, എല്ലാവരും പോയി കാണുന്ന കർത്താവിന്റെ കൈവിരുന്ന കർത്താവ് പണിതതാണ്. പക്ഷെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഒരു കാര്യം നമ്മളോട് ചിന്തിക്കണം, ഞാൻ മാത്രമല്ല, എന്റെ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്, അതുകൂടും ചെയ്യാൻ ഞാൻ യോഗ്യനായിരിക്കണം. സ്തോത്രം. ടൂർ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നത്, ടൂർ പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള വ്യക്തിയാണ്, ടൂർ പോകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളാണ്. പക്ഷേ എല്ലാത്തിനും ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യല്ലേ? നമുക്ക് തരുന്ന സമ്പത്തെല്ലാം ചെലവഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യല്ലേ? പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സ്തോത്രം, 14,000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ സമ്പത്തുള്ളതാണ്, ഇഷ്ടംപോലെ സമ്പത്തുള്ളതാണ്. പുള്ളിക്കാരൻ ഒരു 2,000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നു. 14,000 സ്ക്വയർ ഫീറ്റിന് മേൽ വെക്കാൻ സമ്പത്തുള്ളവരാണ്. 2,000 സ്ക്വയർ ഫീറ്റിനകത്തൊരു വീട് വെക്കുന്നു. അപ്പൊ അയാൾ എന്നിട്ട് പറയുക, ഞാൻ പറഞ്ഞ നിങ്ങളുടെ ലെവലിൽ കുറേയോടും വലിയ വീട് വെച്ചുകൂടായി. അപ്പൊ എന്നോട് പറയാ, എന്തിന്, ആരെ കാണിക്കാൻ? നമുക്ക് ഇതിന് താമസിച്ചാൽ പോലെ. സ്തോത്രം. ഇത് കാണിച്ചിട്ട്
സ്തോത്രം വർഷം വർഷം വെയിൽ മേടിച്ച് ഇത് ആരെ കാണിക്കാനാ? സ്തോത്രം ആരെ കാണിക്കാനാ? കുറച്ചു കാലം മക്കളെ നമ്മൾ വളർത്തും, അവരെ നമ്മളെ വിട്ടു പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ആർക്ക് വേണ്ടിയത്? സ്തോത്രം ഒരു വെല്ലുമ്മയും വെല്ലുപ്പിനെ കാണും. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ പാടാം. അയാൾ പറയാം, എനിക്ക് എന്റെ ആഗ്രഹം ഒരു 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അതിനപ്പുറത്തായിട്ട് ഞാൻ ഇതിനെ വലുതായിട്ട് കാണുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വീടിന് വേണ്ടിയാണ്. അത് എത്ര വർഷത്തേക്ക് നിൽക്കുമോ വീട്? കൂടിപ്പോയ 30-35 വർഷം നിൽക്കും. ഇന്നത്തെ വീടുകൾക്കെല്ലാം ഉള്ള ആയുസ് അത്രയുള്ളൂ. സ്തോത്രം ഇന്നത്തെ വീടുകളിലൂടെ എല്ലാം ആയുസ് അത്രയുള്ളൂ. അതിനുവേണ്ടിയായി മുടക്കുന്നത്. ആരെ കാണിക്കാൻ? എന്തിനു വേണ്ടി? സ്തോത്രം ആർപ്പാടം കാണിക്കാൻ വേണ്ടി. അത് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, അത്യാഗ്രഹവും ആർപ്പാടവും ദൈവത്തിന്റെ മക്കൾക്കുള്ളതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് ആർപ്പാടം. എന്തിക്കോസുകാർ പറയും, സ്വർണ്ണം വരാൻ പറയും. കൈവിട്ടേക്കുന്ന വാച്ച് 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ്. സ്തോത്രം സ്വർണം പൂശിയ സാരമായിരുന്നു. 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഊരാൻ പറഞ്ഞ എന്തിനു വേണ്ടിയാ? എന്തിനു സ്വർണ്ണം എന്തിനാ ഊരാൻ പറഞ്ഞ എന്തിനു വേണ്ടിയാ? ആഡംബര ജീവിതം വിട്ട് ലളിതമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ സ്വർണ്ണം ഊരാൻ. പക്ഷെ അമ്മാവ ഇടുന്ന സാരി ഒരു 1.5 ലക്ഷം രൂപ. സ്വർണ്ണം ഊരിക്കുണ്ട് അമ്മാവ. അമ്മാവ ഇടുന്ന ചെരുപ്പ് ഒരു അമ്മികാലിൽ സ്തോത്രം 10-15,000 രൂപയുടെ ചെരുപ്പ് ബ്രാൻഡഡ് സാധനങ്ങളെ ഇടത്തുള്ള അമ്മാവ. അമ്മാവ ഉപയോഗിക്കുന്ന സ്തോത്രം അകലെയ ഐഫോണാണ് ഉപയോഗിക്കുന്നത്. ഫോൺ മതി, ആൻഡ്രോയിഡ് മതി. പക്ഷെ അമ്മാവ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എന്നിട്ടാ പറയുന്നത്, ഞാൻ സ്വർണ്ണമല്ല ഉപയോഗിച്ചു. അമ്മാവ വരുന്ന വണ്ടി സ്തോത്രം അകലെയ 5-6 കോടിയുടെ വണ്ടിക്കകത്ത് അമ്മാവ വരുന്നത്. കാര്യമുണ്ടോ? എടാ അതിൽ നല്ല സ്വർണ്ണം ഇടുന്നത്, അതിൽ നല്ലത് സ്വർണ്ണം ഇടുന്നത്. അമ്മാമ്മ എടുക്കുകയും അമ്മാമ്മയുടെ ബാഗിനകത്ത് ഡയമണ്ട് പതിച്ച ബാഗ് അമ്മാമ്മ എടുത്തോളൂ. അമ്മാമ്മ കൊണ്ടുവരത്തുള്ളൂ. ഡയമണ്ട് ബാഗ് മേടിക്കത്തുള്ളൂ. ജോയി ആൽക്കാസിനെ മേടിച്ചോണ്ട് വരത്തുള്ളൂ. ഡയമണ്ട് ബാഗ് പതിഞ്ഞ ബാഗെല്ലാം നമ്മളങ്ങോട്ട് നോക്കണം. ഓരോ ബാഗ്, ലേഡീസ് ബാഗെല്ലാം വിലയെല്ലാം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പൈസയോ സ്വർണ്ണം ഇടത്തില്ല, പക്ഷെ ഡയമണ്ട് പതിഞ്ഞതേ അമ്മാമ്മക്ക് വെക്കത്തുള്ളൂ, ഉപയോഗിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറയാ, എന്റെ ഭാര്യയുടെ സ്വർണ്ണം ഒന്നും കിട്ടില്ലായിരുന്നു, ഞാൻ ഇന്ന് ഭയങ്കര കോടീശ്വരനായിരുന്നു. അന്നത്തെ സ്വർണം വിട്ടപ്പോ ഇത്രേ കിട്ടിയുള്ളൂ, ഇന്നത്തെ സ്വർണ്ണം. അത്യാഗ്രഹം പറയുന്നത്. ദൈവത്തിന് നിന്നെ ഉയർത്തണമെങ്കിൽ ഉയർത്താൻ ഒരു നിമിഷം. ദൈവത്തിന് നിന്നെ അമ്മയല്ലേ പണക്കാരനാക്കണമെങ്കിൽ ഒരു നിമിഷം. ദൈവത്തിന് നിന്നെ പാവപ്പെട്ടനാക്കണമെങ്കിൽ ഒരു നിമിഷം. ഈ സ്വർണ്ണം ഒന്നും കണ്ട് നീ ആഗ്രഹിക്കണം. ഇതൊന്നും നിന്നെ ഇന്നും എത്തിക്കത്തില്ല. നിന്നെ എത്തിക്കണമെങ്കിൽ നിന്റെ ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയാവണം. അത് ഉടമയാവണമെങ്കിൽ ആരുമായിട്ട് ബന്ധം വേണം? ദൈവമായിട്ട് ബന്ധം വേണം. ദൈവമായിട്ട് ബന്ധമുള്ളവൻ നിശ്ചയമായി ദൈവശബ്ദം കേൾക്കും, ദൈവത്തിന് വേണ്ടി അവരെ അവന്റെ തലമുറ ആരും അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും. അവരുടെ തലമുറ ആരും കൈവിടത്തില്ല. ദൈവം കൈവിടത്തില്ല. ഞാൻ പലപ്പോഴും സുന്ദരോട് പറയാറുണ്ട്, നമ്മൾ അനുഗ്രഹപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കും. അവരെ ആരും മാനിച്ചോളൂ, കർത്താവ് മാനിക്കും. എനിക്കത് അവരെങ്ങനെ മാനിക്കപ്പെട്ടെന്ന് പറയണം. എവിടുന്ന് വേണ്ടേ? എന്റെ അപ്പനും അമ്മയും കൈകൾ എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ മാനിക്കപ്പെട്ടത് എന്ന് പറയണം. ആ സാക്ഷ്യം പറയണം. അത് മതി എനിക്ക്, അത് മതി എനിക്ക്. സ്തോത്രം. എനിക്ക് ഞാൻ ഒരു കാര്യം ഇവിടെ വിളിച്ചു പറയാം. എനിക്ക് സ്വന്തക്കാര്, ബന്ധുക്കള്, നാട്ടുകാര്, കൂട്ടുകാരെല്ലാം ഒരുപാടുണ്ട്. പക്ഷെ അവരുടെ വലിയ സ്വന്തം എനിക്ക് എന്റെ സഭയാണ്, എന്റെ ദൈവമക്കളാണ്. എന്റെ ദൈവമക്കളെ ഞാൻ എന്റെ സഹോദരനായിട്ട് കണ്ടിട്ടുള്ളത്. എന്റെ സഹോദരി, എന്റെ സഹോദരനും എന്റെ ബന്ധം സ്വന്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സഭയാണ്. എന്റെ സഭ എന്റെ ദൈവമക്കളാണ്. ദൈവമക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അടുത്ത സ്ഥാനമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുള്ളൂ. കാര്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്റെ ദൈവം എന്നെ ഒന്നിപ്പിച്ച ബന്ധമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവം എന്നെ ഒന്നിപ്പിച്ച ബന്ധമാണ്, കൂട്ടായ്മയാണ്. കാര്യം ഇത് ദൈവം തന്ന ബന്ധമാണ്. ഇത് ദൈവം തന്ന ബന്ധം, മനുഷ്യനായിട്ടുണ്ടായ ബന്ധമല്ല. മനുഷ്യൻ പ്രകാരം രക്തബന്ധത്തിൽ നിന്നുണ്ടായതല്ല. ഇത് ആത്മീയ ബന്ധത്തിനകത്ത് യേശുവിന്റെ രക്തത്താൽ വിലക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാ. ഇവർക്ക് ഒരു ഒറ്റ മനസ്സേ ഉള്ളൂ, ഒറ്റ ആരാധനയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹപ്പെടണം. ഈ സഭയെ അനുഗ്രഹപ്പെടണം. ഞങ്ങളുടെ ദൈവമക്കൾ അനുഗ്രഹപ്പെടണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം എവിടെ ചെന്നാലും അനുഗ്രഹപ്പെടണം. ആ ഒറ്റ ചിന്തയെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈഗോ ഇല്ല, ഇവിടെ മത്സരമില്ല. അവരുടെ മത്സരമില്ല. ഇവിടെ
ദൈവമായിട്ട്. അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ ഉണ്ടാക്കിയ മോനെ, വാർദ്ധക്യത്തിൽ ഇവൻ നൽകിയ മോനുമായിട്ട് സ്വാമി സന്തോഷിക്കുകയല്ല പുള്ളിയുടെ പരിപാടി. പുള്ളിക്ക് അതിലും വലുത് ദൈവമായിട്ട് സന്തോഷിക്കാൻ, ദൈവമായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവം പറയുന്ന കാര്യം അനുസരിക്കാൻ, ദൈവം എന്തു പറയുന്നു അത് ചെയ്യാനുള്ള അമികാൽ തിടുക്കമാണ് പുള്ളിക്ക്. അതുകൊണ്ട് മോനെ യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയോട് പോലും അനുവാദം ചോദിക്കാതെ, മോനോട് അനുവാദം ചോദിക്കാതെ ആരെ കൊണ്ടുവന്നത്? സ്വന്തം മോനെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ ബൈബിളിനകത്ത് പറയുന്നത് അദ്ദേഹം യാഗം അർപ്പിച്ചെന്നാ പറയുന്നത്. അർപ്പിച്ചെന്നാ പറയുന്നത്. കാര്യം എന്തുവാ? അവന്റെ കൈ കെട്ടി, കാല് കെട്ടി, അവനെ പിടിച്ച് വിറകന്മേൽ കിടത്തി, സ്തോത്രമാല ഇനി എന്ത് ചെയ്യാൻ പോവാ? അവനെ വെട്ടാൻ പോവുക, രക്തം ഒഴുക്കാൻ പോവുക. സ്തോത്രം. ഇതേപോലെ ആര് സ്നേഹിക്കും? ഇതേപോലെ സ്തോത്രമാല ആര് ദൈവത്തിന് വേണ്ടി ചെയ്യും? നമ്മൾ ചെയ്യൂ. ആ കളിയെല്ലാം അവിടെ നിൽക്കട്ടെ കർത്താവേ, കളികളെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. കർത്താവ് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഞാൻ വേണമെങ്കിൽ മോനെ അവിടെ കൊണ്ടുവന്ന് കിടത്താം. സ്വന്തമാളൊന്നും എടുക്കത്തില്ല, അവനെ പേടിപ്പിക്കില്ല. അവന്റെ പ്രായം പേടിച്ചു, അവനെ വാളൊന്നും എടുക്കത്തില്ല. ഞാൻ വേണേ കൊണ്ട് കിടത്താം, ഞാൻ വേണേ അവനെ കൊണ്ടുവരാം. ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളെ ഒരു മോനോ ഒരു മോളോ സ്വതന്ത്രം അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയാകെ തെറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ടോ? കർത്താവേ, അവനൊരു മാറ്റം കൊടുക്കണേ, അവനൊരു മാനസാന്തരം കൊടുക്കണേ, അവനൊന്ന് മാറി വരണമേ, കർത്താവ് ഇവന് 2 എണ്ണം കൊടുക്കണേ നമ്മൾ പറയാറുണ്ട്. പറയൂ, 2 എണ്ണം ഒന്ന് കൊടുക്കണം കർത്താവേ, ദൈവത്തിന്റെ വില എന്തൊന്നും അറിയണം. ഇങ്ങനെയൊന്നും ഒരു സ്തോത്രം. അഥവാ ആ ദേഷ്യത്തിന് നമ്മൾ പറഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ പറയും കർത്താവേ ഒരു മാറ്റം കൊടുക്കണേ. ഇല്ലേ? അവസാനം വരെ നമ്മൾ പറയും 2 അടി കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണും. പറയൂ, ആദ്യം പറയും. ചിലപ്പോൾ പറയും സ്വന്തം ഭാര്യക്ക് ഭർത്താവിന് ഒരു അടി കിട്ടിയോടെന്ന് പറയുന്നത് തോന്നണം, ആ കൈ ഒന്ന് തോന്നണം. കൈക്കൊരു വേദന വന്നാൽ വേദന എടുക്കുന്നു. എന്തിനാ പേടിക്കുന്നത്? നീയല്ലേ പറഞ്ഞ വേദന കൊടുക്കണം. പറയൂ, എവിടാ? നമ്മൾ ആദ്യം പറയും, പിന്നെ നമ്മൾ പറയും നമ്മൾ തന്നെ ചുമക്കണം, അതുകൊണ്ട് വേണ്ട. സ്തോത്രം. എക്സ്ക്യൂസ് പറയും. ഞാൻ ഓർപ്പതാ ഒരു മോനെ വാർദ്ധക്യത്തെ കിട്ടിയിട്ട് കിട്ടാതിരുന്നൊരു മോനെ കിട്ടി, അതിന്റെ നിന്നയും പരിഹാസവും അവമാനവും എല്ലാം അനുഭവിച്ച് അതെല്ലാം ഒന്ന് മാറി ഒരു സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-12 വയസ്സ് മേലായി പയ്യന്. അതുകൊണ്ട് അവന്റെ കയ്യിൽ വിറവ് കൊടുത്തത്, ചുമക്കാൻ കൊടുത്തത്, അവന് ചുമക്കാനുള്ള ആരോഗ്യമുണ്ട്. അത്രയും വർഷം അവനെ ലാളിച്ച് സന്തോഷിച്ച് എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് അവന്റെ അടുത്ത് യാഗം അർപ്പിക്കാൻ പറയുമ്പോൾ അവൻ ചോദിക്കും, അപ്പ യാഗം എന്തി, വസ്തു എന്തി, നമ്മൾ വിറവ് കൊണ്ടുവന്ന്, തീ കൊണ്ടുവന്ന്, കത്തി കൊണ്ടുവന്ന്, എല്ലാം കൊണ്ടുവന്ന്, യാഗ വസ്തു എന്തി? കർത്താവ് അപ്പം പറയുക, അബ്രഹാം പറയുക യഹോവ ഈരെ. ഇന്ന് പ്രിയ മക്കളെ, നമുക്ക് ഈ ഒറ്റ ചിന്തയുണ്ടാവാം. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും യഹോവ ഈരെ, എനിക്ക് വേണ്ടി കരുതി കൊള്ളുന്ന ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതി വെച്ചൊരു ദൈവമുണ്ട്. ആ കരുതി വെച്ച കാലത്തോളം എന്നെ ഒരു ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് ചുറ്റുവട്ടമെല്ലാം ആരൊക്കെ എന്തൊക്കെ എഷ്ടി പറഞ്ഞാലും പ്രദോഷം പറഞ്ഞാലും അപമാനം പറഞ്ഞാലും ഇതൊന്നും എന്റെ കുടുംബത്തിലേക്ക് കയറി വരത്തില്ല. അവർക്കൊന്നും എന്നെ തൊടുവാൻ കഴിയത്തില്ല. അവരുടെ ഒരു ഭാഗം പദ്ധതിക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം യഹോവ ഈരെ, യഹോവ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എന്റെ കാലങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ 2026 വർഷത്തിന് മുമ്പ് എനിക്ക് വേണ്ടി കരുതിയത് ഇന്ന് ഞാൻ ദൈവസന്നിധി ഇരിക്കുന്നത്. എങ്കിൽ കർത്താവേ, എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്റെ കുടുംബം നശിച്ചുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ തലമുറ നശിച്ചുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഇന്ന് സങ്കടപ്പെടുന്ന ദൈവജനമേ, ഇന്ന് രോഗിയായിരിക്കുന്നവരെ, മാനസികമായി തകർന്നിരിക്കുന്നവരെ പറ, യഹോവ ഈരെ, അഭിഷേകത്തിനകത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം വെച്ചിട്ടുണ്ട്. യഹോവ ഈരെ. നമ്മുടെ സഭകളിൽ വേണ്ടി കരയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്ന് പകൽ ദൈവജനമേ സമയായിട്ട് പറ, യഹോവ ഈരെ. ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം കരുതിയിട്ടുണ്ട്. ആ നന്മ ദൈവം തരുക, ആ അനുഗ്രഹം ദൈവം തരുക. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ചില ഹൃദയങ്ങളോട് ദൈവം തൊടുക. ദൈവം യഹോവ ഈരെ, ദൈവം കരുതിയിട്ടുണ്ട്.
ആമേൻ. സ്തോത്രം, സ്തോത്രം. മകനോട് പറഞ്ഞു കൊടുക്കുക, ഇവിടെ നീ യാഗവസ്തു അതൊന്നുമല്ല പറയുന്നത്. യഹോവ ഈരെ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. അവരുമായിട്ട് കടന്നു പോവുക. അവന്റെ കൈ കെട്ടി കാല് കെട്ടിയപ്പോഴും അവന് മനസ്സിലായി, ഞാൻ തന്നെ യാഗവസ്തു. സ്തോത്രം, യാഗവസ്തു. അവൻ മറുത്തു പറയുന്നില്ല, ഇസാക്ക് മറുത്തു പറയുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അബ്രഹാമിനെ ഇഷ്ടപ്പെടുന്ന പോലെ രക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇസാക്ക്. എന്തുവാ? അപ്പന്റെ വാക്കിനെ എന്ത് ചെയ്യുന്നില്ല, മറുത്തു പറയുന്നില്ല. ഇതാ ദൈവം അനുഗ്രഹിച്ച തലമുറ എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച തലമുറ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, ഇങ്ങോട്ട് വിളിക്കുമ്പോഴേ അങ്ങോട്ട് പോകുന്നതല്ല, ദൈവം പറയുന്നത് അനുസരിക്കുന്ന തലമുറയാണ്. അനുസരിക്കുന്ന തലമുറയാണ്. സ്തോത്രം, അനുസരിക്കുന്ന തലമുറയാണ്. അവന്റെ കാല് കൈ കെട്ടി അവനെ എന്ത് ചെയ്തു? യാഗവസ്തുവിലേക്ക് കിടത്തി. സ്തോത്രം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ കണ്ണെല്ലാം അടച്ചാണ്. പുള്ളിക്കൊന്നും ഇതെല്ലാം കാണാനുള്ള ശേഷി എങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ല. സ്തോത്രം. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അമികാലെ ബാലന്റെ നേരെ കത്തിയെടുത്തു. സ്തോത്രം. ഇനി യാഗം അർപ്പിക്കാൻ പോവാ. അപ്പോഴാ ഒരു ശബ്ദം കേൾക്കുന്നത്. സ്തോത്രം. ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ ഞാൻ ഓർക്കും, ഇത്രയും പരീക്ഷ അനുഭവിച്ചിട്ട് അദ്ദേഹം മറുപടി നമ്മൾ ഇത്രയും സഹിക്കും. സഹിക്കും. നമ്മളത് ബൈബിൾ എടുത്തവരെ സെൽഫിലോട്ട് വെച്ചിട്ട് പറയും, ഇനിയും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പോകാനുള്ള ഇല്ലയോ? എത്ര പേര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക, തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുക. എവിടെ പോയാലും നീ ദൈവത്തെ അറിയാണെങ്കിൽ കറങ്ങിക്കുട്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം, ചിലവരെ ദൈവം അടിക്കുന്നില്ല, വിട്ടേക്കുക. കാര്യം ദൈവം കൈവിട്ടു. ദൈവം അവരെ കൈവിട്ടു, എനിക്ക് ഉറപ്പാ. ദൈവത്തിന് വേണ്ട അവരെ. കാര്യം എന്തുവാ? അവസാന നാളിൽ അവൻ വന്ന് മുട്ടും. ദൈവം ഈ ഡയലോഗാ പറയാൻ പോകുന്നത്. ദൈവവചനം കാലം മുമ്പ് എഴുതി വെച്ചേക്കും. എന്തുവാ? നീ പ്രവചിച്ചു, രോഗിയെ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി, അനേകം അത്ഭുതങ്ങൾ ചെയ്തു, പക്ഷെ നിന്നെ ഞാൻ അറിയുന്നില്ല. ഇതാ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യോ? കൈവിട്ടേക്കും. അവരെ കർത്താവിന് വേണ്ട, കർത്താവിന് വേണ്ട. സ്തോത്രം. പിന്നെന്തോ പക്ഷേ അവർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അവർ നിലവിളിക്കുന്ന നാട്ടുകാരെ വേണ്ടിയില്ല. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് മറ്റുള്ളവരെ വേണ്ടി നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ നാമം ലജ്ജിക്കാൻ കർത്താവ് ആഗ്രഹിക്കും. കർത്താവ് എന്ത് ചെയ്ത്? സഹായിച്ചു കൊടുക്കും. അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവനെ വിട്ടു, അവനെ പേര് വെട്ടി. അവനെ ഒരിക്കലും കർത്താവിന്റെ റൂമിനകത്തോട്ട് കയറ്റത്തില്ല. ഡോർ അവന്റെ ഫ്രണ്ടിൽ അടവാം. ദൈവജനം അകത്തും ഇരിക്കും, അവൻ പുറത്തും പോകും. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്തുവാ? അവനെ പുറത്ത് കളയും, ഡോറടയും. അത് ദൈവം അന്നേ അടച്ചേക്കുവാ. പക്ഷെ ഇപ്പോഴും ദൈവം ചെയ്യുന്നത് എന്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയുടെ വെട്ടിക്കൂടെ പോയിട്ട് നിലവിളിക്കുന്ന പ്രാർത്ഥന കണ്ടപ്പോ എന്തൊക്കെ പരിപാടിയാണെന്നറിയാം അവിടെ ചെയ്യുന്നത്. നിലവിളി കേട്ടപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഇത് ദൈവം കേൾക്കാതെ പോകുന്നത്. ദൈവം എന്ത് ചെയ്യും? മറുപടി കൊടുക്കും. എന്തായാലും നാട്ടുകാരെ വെട്ടിയിരുന്നോണ്ടായി കരയുന്നത്. കരയുമ്പോ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവത്തിന്റെ ലിസ്റ്റിൽ അവനെ കൊണ്ടുവരുന്നത്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും അനുഗ്രഹം കൊടുക്കുന്നത് പറഞ്ഞ് അവൻ ഒരിക്കലും ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതപ്പെടത്തില്ല. കർത്താവ് പറയുക, ജീവന്റെ പുസ്തകത്തിൽ എഴുതും, അതേപോലെ വായിച്ചു. അവൻ എവിടെ കാണത്തില്ല? ദൈവസ്ഥലയിൽ കാണത്തില്ല. അവൻ ആൾക്കാരെ വേണ്ടി വെച്ച് നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ലജ്ജിപ്പയെ ഇടവരുത്തു. കർത്താവിന്റെ നാമം ലജ്ജിക്കപ്പെടുന്നത് കർത്താവ് സമ്മതിക്കും. ഇന്ന് കർത്താവിനെ വിറ്റ്, കർത്താവിന്റെ വചനം വിറ്റ് പലരും കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്നുണ്ട്. കർത്താവ് വന്നിട്ട് കൈവിടാത്ത എന്തുകൊണ്ടാണ്? ദൈവനാമം ദുഷിക്കാതിരിക്കാൻ, അല്ലാതെ ഇവനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല. സ്തോത്രം. അതേപോലെ തന്നെ ദൈവത്തിന് ഒരുവനെ ഇഷ്ടമല്ല, തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞതിനെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. പിശാചിന് വേണ്ട. പിശാച് എനിക്ക് വേണ്ട. സ്തോത്രം. പിശാചിന് വേണ്ടത് ദൈവത്തിന് വേണ്ടവനെയാണ്. പിശാചിന് വേണ്ടത് എന്തുവാ? ദൈവത്തിന് വേണ്ടവനെയാണ്. സ്തോത്രം. ദൈവം തള്ളിക്കളഞ്ഞവനെ ആർക്കും വേണ്ട. അങ്ങനെ പിശാചിന് വേണ്ടായിരുന്നെങ്കിൽ ദൈവത്തിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് സ്ഥാനം കൊടുത്തോ? യൂദ എന്ത് ചെയ്തു? അനുതാപിച്ചു. ആ അനുതാപം ആർക്കും വേണ്ട? ദൈവത്തിന് വേണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വരുന്നത് സ്വന്തം ദൈവസ്ഥാനയിൽ നമ്മൾ നിൽക്കുക. ദൈവവചന പ്രകാരമായ ഒരു ബന്ധവും നമ്മളെ ജീവിതത്തിനകത്തില്ല എങ്കിൽ അവനെ ആർക്കും വേണ്ട? ദൈവത്തിന് വേണ്ട. കർത്താവിനോടൊപ്പം നടന്നവനാ. കർത്താവിനെ അല്ലെങ്കിൽ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു. കർത്താവിന് പിന്നെ അവനെ വേണോ? കർത്താവ് പറഞ്ഞു, നീ ജനിക്കാതിരുന്നാലും കൊള്ളാം. അവൻ അനുതാപിച്ചു. യേശുവിനെ ക്രൂശിൽ നിറക്കപ്പോ അനുതാപിച്ചു. സ്തോത്രം. ആ അനുതാപം ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഇന്ന് ചിലവരുടെ അനുതാപമൊന്നും ദൈവത്തിന് വേണ്ട, സഭയുടെ അനുതാപമൊന്നും വേണ്ട. പിന്നെ ഈ നിലവിളിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ആയതുകൊണ്ട് ചില അത്ഭുതങ്ങൾ ദൈവം കൊടുക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട.
ദൈവത്തിന് വേണ്ട. അതിനകത്ത് ഒരിക്കലും ചിന്തിക്കേണ്ട. ദൈവവചനം അതാ ശക്തമായിട്ട് പറയുന്നത്, എന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി. അപ്പോഴും ദൈവത്തെ വിട്ടുപോയിട്ടും അവൻ ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. കാരണം ദൈവത്തെ വിട്ടുപോയിട്ടും അവൻ യേശുവിന്റെ നാമത്തിൽ രോഗിയെ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവൻ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുക, ഈ പ്രവചനം എല്ലാം തന്നത് ഞാനാ, സൗഖ്യം തന്നത് ഞാനാ, പക്ഷെ ഇത് ചെയ്യാൻ മുഖാന്തരമായ നിന്നെ എനിക്ക് വേണ്ട. കാര്യം എന്തുവാ? നീയും ഞാനുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഇത് അനുഭവിച്ചവർക്ക് ഞാനുമായിട്ട് ബന്ധമുണ്ട്. അതിനുവേണ്ടിയാ അവരെ കൊണ്ടുവന്നത്. ഇന്ന് പലരെ ശുശ്രൂഷയ്ക്ക് ദൈവം കൊണ്ടുവന്നിട്ട് അവരെ പിന്നെ ഉപയോഗിക്കുന്ന, ചെയ്ത പാപത്തിനൊന്നും അടി കൊടുക്കാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്തുവാ? കർത്താവിന് അറിയാം അവസാന നാൾ. ദൈവവചനം പറയുന്ന ഒരു നാളുണ്ട്, ഇതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു നാളുണ്ട്. അന്ന് നിന്നെ ഞാൻ അറിയുന്നില്ല. പോയില്ലയോ? നമ്മൾ ഇത്രയെല്ലാം ചെയ്തിട്ട് നമ്മളെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ പോയില്ലയോ? നമ്മളെ എന്ത് എന്തുവാ? നമ്മൾ കൈ കൊടുക്കുമ്പോൾ സൗഖ്യമാവുന്നു. അപ്പോഴും നമ്മളെ എന്ത് എന്തുവാ? യേശു എന്റെ കൂടെ ഉണ്ട്. യേശു ഉണ്ട്. നീ കൈവെക്കുമ്പോ ആ കൈയുടെ മേലിൽ ഒരു ആടിപ്പെടുന്ന കരം വരുന്നുണ്ട്. ആ രോഗിയുടെ നിവർത്തി കണ്ടുകൊണ്ടാണ് യേശു തൊടുന്നത്. നിന്നെ കണ്ടുകൊണ്ടല്ല. സ്തോത്രം. നിന്റെ അടുത്തേക്ക് അവൻ ഓടി വരുക, ഒരു രോഗി ഓടി വരുക. കാര്യം ഈ പാസ്റ്ററിന്റെ അടുത്ത് പോയാൽ എനിക്ക് സൗഖ്യമാവും. യേശുവിനെ സൗഖ്യമാക്കും. ഈ പാസ്റ്ററിന്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. പക്ഷെ നീയും യേശുവായിട്ടൊന്നില്ല ഒരു ബന്ധവും. നീ യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യമാക്കുന്നത്. യേശു രോഗിയുടെ അവസ്ഥ കണ്ട സൗഖ്യമാക്കുന്നത്, അടിപ്പിടുന്ന കരം തൊടുന്നത്, സൗഖ്യമാക്കുന്നത്. പക്ഷെ നീയും യേശുവായിട്ടൊന്നില്ല ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞേ, അവസാന നാളിൽ കർത്താവ് വരുമ്പോൾ നിന്റെ ഫ്രണ്ടിൽ വാതിലടയും. പിന്നെ നീ എത്ര മുട്ടിയാലും എത്തിയത്തില്ല, തുറക്കപ്പെടത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, സ്വയം പാപത്തെ ഏറ്റു പറഞ്ഞ് മടങ്ങി വരുന്നവനെ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ മടങ്ങി വരാത്തവനെ ദൈവത്തിന് ഇഷ്ടമല്ല. അതുപോലെ മടങ്ങി വരാൻ ഒരു അവസരവും ഉണ്ട്. ആ അവസരത്തെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വന്നാൽ എന്ത് ചെയ്യുന്നില്ല, കർത്താവിന് വേണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി യൂദ. ഇന്ന് പല ബന്ധുക്കോ സഭയും യൂദയ്ക്ക് തുല്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനോടൊപ്പം എന്ന് ചോദിച്ചാൽ ഒപ്പമാണ്. കർത്താവിനെ ഭക്ഷിക്കുന്നെങ്കിൽ ഭക്ഷിക്കുന്നത് കർത്താവിൽ നിന്ന്. കർത്താവിന്റെ അനുഗ്രഹമാണ് ഭക്ഷിക്കുന്നത്. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹമല്ല പ്രാപിക്കുന്നത്. പക്ഷെ ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവവചനം പറയുന്നു, വേറെ ഭാഗത്ത് ദൈവം പറയുന്നു, നിങ്ങൾ കടൽ കടന്നു, കര കടന്ന് അനേകം സ്ഥലങ്ങളിൽ പോയി അനേക സുവിശേഷം പറഞ്ഞ് ദൈവസ്ഥലയിൽ കൊണ്ടുവന്നിട്ട് അവരെ എന്തിനാ നരകത്തിൽ കൊണ്ട് തള്ളിയത്? കാര്യം നീയും പോത്തില്ല, ലാസ്റ്റ് അവരോട് നരകത്തിൽ ഇടുക. അവരെ നോക്കുന്നത് മൊത്തം യേശുവിനെ അല്ല, ആരെയാ നോക്കുന്നത്? നിന്നെയാ നോക്കുന്നത്, നിന്നെയാ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നീ എവിടോട്ട് പോവുക? നരകത്തിലേക്ക്. ദൈവം നമുക്ക് ചില അവസരങ്ങൾ തരും, മാറാൻ അവസരം തരും. അതിനകത്ത് മാറിക്കോണം, അതിനെ ഫോളോ ചെയ്തോണം, ദൈവത്തിന് വേണ്ടി ഫോളോ ചെയ്തോണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, വേറെ ആരെ നോക്കല്ലേ, ആരെ നോക്കിക്കോണം? കർത്താവിനെ നോക്കണം. നമ്മളെ കൊണ്ടുവന്നതും ചിലപ്പോൾ വീട് പോകും, കൊണ്ടുവന്നതും ചിലപ്പോൾ പുറത്തു പോകും. പക്ഷേ ദൈവം ഒരിക്കലും പുറത്തു പോകുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചത് പുറത്തു കളയാനല്ല, ദൈവത്തെ നോക്കി ഓടിക്കണം. കർത്താവിനെ മാത്രമേ നോക്കാവൂ. നിന്റെ വിശ്വാസം കർത്താവുമായിട്ട് ചേർക്കുന്ന വിശ്വാസത്തോടൊപ്പമേ നിൽക്കാവൂ. എങ്കിലും ദൈവം നിന്നെ നിശ്ചയമായി എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുള്ളൂ. അബ്രഹാം പിതാവ് അമികാലിലെ വാളെടുത്തു പൊക്കിയപ്പോ പറയുക, വാലിന്റെ മേൽ കൈ വെക്കരുത്. സ്തോത്രം. ഞാൻ പറയാം, ആ സമയം വരെ ദൈവം അവരെ പരീക്ഷിച്ചു. കൈവിട്ടു. സ്തോത്രം. എനിക്ക് തോന്നുന്നു അബ്രഹാം പിതാവ് കൈ പൊക്കുമ്പോൾ എന്റെ ദേശത്തെ പറയാം, അബ്രഹാമിന്റെ മനസ്സിൽ ഓർത്ത് കാണും. അബ്രഹാം പിതാവ് ഓർത്ത് കാണും, ഇത്ര എന്നെ ശപിച്ചു, തീർത്തു, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. എന്തായാലും ദൈവം പറയുന്നത് ഞാൻ ചെയ്യും. അതെനിക്ക് മനസ്സിലെല്ലാം ചിന്ത എന്തുവന്നാൽ അത്രയ്ക്ക് വേദനയില്ലേ പുള്ളിക്കുള്ളാവുന്നത്, ഇല്ലയോ? നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കുഞ്ഞിനൊരു പനി വന്ന് പനി മാറിയില്ലേ നമുക്ക് വേദനയാണ്, ഇല്ലയോ? അവിടെ ഈ സ്വന്തം ജീവനെ കളയാൻ നോക്കും. അത് ദൈവം പറയുന്നത് അനുസരിക്കുന്ന മനസ്സ്. പ്രിയ മക്കളെ, ദൈവവചനം കേൾക്കുന്ന പുതിയ നിയമസഭയ്ക്കകത്തുള്ള ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്നത് അനുസരിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ഞാൻ അനുസരണശീലമുള്ളവനാവണം. ഇന്ന് പകല തീരുമാനം എടുക്കണം, ഞാൻ അനുസരണശീലം. കർത്താവേ, ഞാൻ പലപ്പോഴും എന്റെ സാധ്യതയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. എന്റെ സാധ്യതയ്ക്ക് വേണ്ടി പലപ്പോഴും ഞാൻ ചാടി പോയിട്ടുണ്ട്. കർത്താവേ, ഇന്ന് പകലെന്നോട് ക്ഷമിക്കണേ അപ്പ. എനിക്കൊരു അനുസരണമുള്ള ഒരു പൈതലായി തീരണം. അബ്രഹാമിനെ ദൈവം സ്നേഹിക്കുന്നത് പോലെ, അബ്രഹാമിൽ ദൈവം പ്രവർത്തിക്കുന്നത് പോലെ എന്നോടും എന്റെ കുടുംബത്തിന്മേലും പ്രവർത്തിക്കണം. എന്റെ വാക്കുകൾക്ക് അധികാരം ഉണ്ടാവട്ടെ. അടുത്ത വാക്കുകളോട് വായിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. സ്തോത്രം. പറയുമ്പോ അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, നീ നിന്റെ ഏകജാതനായ മകനെ ഞാൻ ചോദിച്ചപ്പോ തരാൻ തയ്യാറായതുകൊണ്ട് നീ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ നിന്നെ അറിയുന്നു.
അപ്പൊ പരീക്ഷ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹം തിരിച്ചറിയിക്കുന്നത് പരീക്ഷ. അല്ലാതെ എനിക്ക് രോഗം വന്ന് എന്നെ കൈവിട്ടതല്ല പരീക്ഷ. എന്റെ ഭവനത്തിനകത്ത് സമാധാനക്കേട് കൊണ്ടുവന്ന് എന്നെ കൈവിട്ടതല്ല. ഞാൻ ഇത്രയെല്ലാം ബാധിച്ചിട്ടും എന്റെ കുടുംബത്തിനകത്ത് എന്തിനാണ് സമാധാനക്കേട് കൊണ്ടുവന്നത്? എന്റെ തലമുറ എന്തുവാ കരയുന്നത്? എന്റെ ഭവനത്തിൽ ഇതൊന്നും ദൈവം കൈവിട്ടതല്ല. ദൈവം നീ എത്രമാത്രം ദൈവത്തിന് വേണ്ടി നിൽക്കും, എത്രമാത്രം നീ ദൈവത്തിന് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവസ്ഥിതി നീ കരയും, മുട്ടുമുട്ടും, എങ്കിലേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് ഓരോ വിടുതൽ ദൈവം തരുമ്പോൾ നമ്മുടെ സന്തോഷം വലുതായിരിക്കും. അത് ദൈവം നമ്മളെ പരീക്ഷ തരാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷയില്ലാത്ത ദൈവമക്കളില്ല. എല്ലാ ദൈവമക്കൾക്കും പരീക്ഷയുണ്ട്. എല്ലാ ദൈവമക്കൾക്കും പരീക്ഷയുണ്ട്. പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് കൈവിടുവാൻ ദൈവം ചെയ്യുന്നത്. ആ പരീക്ഷയെ ജയിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവം, എങ്കിലേ നമ്മൾ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുള്ളൂ. എന്ന് പറയുന്നത് പൂർണ്ണ ദൈവത്തോട് നമ്മുടെ വീഴ്ചകളെ കുറവുകളെ എനിക്ക് അബ്രഹാമിനെ പോലെ എനിക്കൊന്ന് ബലപ്പെടണം. എനിക്ക് അബ്രഹാം പിതാവിനെ പോലെ എനിക്കൊന്ന് ബലപ്പെടണം. അബ്രഹാം പിതാവിനെ പോലെ എനിക്കൊന്ന് ശക്തി പ്രാപിക്കണം. എനിക്ക് ദൈവത്തിന്റെ സതി വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ കഴിയണം. എനിക്ക് കുടുംബത്തിൽ വിശ്വസ്തയോട് നിൽക്കുവാൻ കഴിയും. ഇത് പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. പകൽ ദൈവത്തിന്റെ കാലത്തോടാട്ട് ആ ദൈവത്തിന്റെ മറുപടി എന്ന് പകൽ വെളിപ്പെടാട്ട് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങി വരെ ഓരോ കുടുംബത്തെ പകൽ ദൈവം തൊടാട്ട് അത്ഭുതങ്ങൾ അവരുടെ ശരീരത്തിനകത്ത് നടക്കട്ടെ. അവരുടെ മൈൻഡിനകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓരോ കുടുംബത്തിലെ ബുദ്ധിമാനങ്ങളെ ദൈവം ഭരിക്കട്ടെ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോട് ഓരോ കുടുംബത്തെ ദൈവം നടക്കട്ടെ. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ പകലായി തീരട്ടെ. ഇന്ന് പകൽ ഒരു അത്ഭുതത്തിന്റെ പകലാവട്ടെ. ദൈവത്തിന്റെ ഉടമയോട് നിറയപ്പെട്ട പകലാവട്ടെ. ദൈവീയ അഭിഷേകത്തോട് നിറയപ്പെടുന്ന ഒരു പകലാവട്ടെ. ഇന്ന് പകൽ അഭിഷേകം 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 ചെയ്യട്ടപ്പ. ആ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യട്ടപ്പ. ആ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യട്ടപ്പ. ആ ദൈവത്തിന്റെ അനുഗ്രഹം പകരട്ടപ്പ. ആ ദൈവത്തിന്റെ വിടുതൽ പകരട്ടപ്പ. ദൈവത്തിന്റെ അത്ഭുതം അത്ഭുതം. ഓ ആ ദൈവത്തിന്റെ ഓരോ കുടുംബത്തിൽ പകൽ ദൈവത്തോടുമായി സ്തോത്രം. ദൈവീയ ശബ്ദത്തെ ദൈവം കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവാലയത്തിന് വെളിപ്പെടാമെന്നതിനായി സ്തോത്രം. ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുതങ്ങൾ വെളിപ്പെടാതെ പകലുണ്ട് പൂർണ്ണമായി തന്നെ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ പുറത്തുവാ. ആ ദൈവീയ ദൂത